ആയതുകൊണ്ട് നമ്മൾ ദമാമിലോട്ട് പോവുകയാണ്. ദമാമിൽ പോകാനായിട്ട് ബസ് കയറാനായിട്ട് പാലം കയറി അപ്പുറം ഇറങ്ങി നിൽക്കണം. നമ്മൾ പാലത്തിന് മുകളിലാണ്, പാലത്തിലൂടെയുള്ള യാത്ര. അതിൻ്റെ താഴെയുള്ള ദൃശ്യങ്ങളാണ്. ഇതാണ് മാള്. പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും. നമ്മളെ ബസ് വന്നു, കയറാൻ പോന്നു. കാറ്റ് യാത്രയിൽ നമ്മൾ ദമാമിലോട്ടേക്ക് യാത്രയിലാണ്. അങ്ങോട്ട് പോകാൻ ആള് കുറവാണ്, രാത്രി ആയതുകൊണ്ടായിരിക്കും. സമയം 8:30 മണിയായി. തിരിച്ചിങ്ങോട്ടായിരിക്കും ആള്. അങ്ങനെ 3/4 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ നിന്ന്. നല്ല തിരക്കാകുമ്പോഴത്തേക്ക് 1 മണിക്കൂറിന് അടുപ്പിച്ച് വരും. സിദ്ദീഖ് നല്ല ഉറക്കമായി, കയറിയ ഉടനെ ഉറങ്ങി. ആളില്ലാത്തതുകൊണ്ട് വിശാലമായി കിടന്ന് ഉറങ്ങാം. അങ്ങനെ നമ്മൾ സെൻറ്ററിലെത്തി. ദമാം സെൻറ്റർ സീക്കോ എത്തി. അവിടെ ഒരു കടയിൽ കയറി. ട്രോഫി, ഫുട്ബോളിൻ്റെ ട്രോഫി വിൽക്കാൻ വെച്ചേക്കുന്നത്. ഷംനാദിന് വേണമെന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്യുന്നു. നേരെ താഴെ ഇറങ്ങി റത്തപ്പ് വിൽപ്പനക്കാരനെ കണ്ട്. നല്ല ടേസ്റ്റുള്ള റത്തപ്പ്. അങ്ങനെ അത് ടേസ്റ്റ് നോക്കി, എന്നിട്ട് 1 കിലോ വാങ്ങിച്ച്. നല്ല ടേസ്റ്റുള്ള 10 റിയാൽ 1 കിലോ. കുറച്ചങ്ങോട്ട് പോയി വീണ്ടും റത്തപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു, പല ക്വാളിറ്റിയിലുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ കഴിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നല്ലൊരു ഹോട്ടലിൽ കയറി. ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് തട്ടുദോശയും സാമ്പാർ, ചമ്മന്തി, ചിക്കൻ ഫ്രൈ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. കറികളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. എന്നിട്ട് ഓരോ കോഫിയും ചായയും കുടിച്ചു. പുറത്തോട്ടിറങ്ങി. ഷംനാദിന് 2 ലഡു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ലഡു മേടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലഡു ഫ്രീയും തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് അവരവിടെ ഉണ്ടാക്കുന്ന ലഡു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും സെൻറ്ററിലെത്തി. ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കിട്ടി. നമ്മൾ 91ലേക്കുള്ള ബസ് കിട്ടി. വേക്കിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.